എല്ലാ ഫ്രണ്ട്സുകൾക്കും ഗുഡ് മോർണിംഗ്. നമ്മളെ ഏത്തവാഴ കൃഷി രാവിലെ ഒരു 7 മണിക്ക് കൃഷിയിടത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നമ്മൾ വാഴയ്ക്ക് വളമിടുന്ന രീതികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരു ചെറിയ വാഴയായാലും വലിപ്പം കൂടുന്നതനുസരിച്ച് വളം നമ്മൾ കൂട്ടി കൊടുക്കണം. ഇപ്പോൾ ഈ വാഴയ്ക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കുഞ്ഞായതുകൊണ്ട് വലിയ വലിപ്പം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വളം ഇട്ടിട്ട് നമ്മളതനുസരിച്ച് വളം കൊടുക്കണതനുസരിച്ച് നമ്മൾ ഇതിനകത്ത് പാറ്റൻ ബോസ് എന്ന് പറഞ്ഞ വളമാണ് ഇത് വാഴയ്ക്ക് കരുത്ത് കിട്ടാൻ വേണ്ടിയുള്ളൊരു വളമാണ്. അത് കുഞ്ഞ് വയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മരുന്നിൽ മുക്കി അത് മറ്റേ ബോട്ടോമിസത്തിൽ മുക്കി നമ്മൾ അതിൻ്റെ അകത്ത് പുഴു നശിച്ചു പോയി എന്ന് നമ്മൾ കൺഫേം ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇവിടെ നടുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലുപൊടി ഇട്ട് നമ്മൾ നടും. എന്നിട്ട് കുറച്ച് നനച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഇച്ചിരി ഒരു കേട് വന്ന രീതിയിലായതുകൊണ്ടാണ് വാഴക്കുഞ്ഞ് മുളച്ച് കയറിയാൻ വരാനുള്ളൊരു സംശയം. പുതിയത് മാറ്റി വെച്ചതാണ്. ഒരെണ്ണം കംപ്ലൈൻ്റ് ആയി പോയ കാരണം നമ്മൾ വേറെ മാറ്റി വെച്ചാണിത്. ഇതുപോലെ മുളച്ച് കയറി വരും. ഇതാണ് നമ്മൾ ഏത്തവാഴയ്ക്ക് വളം ഇട്ടേക്കണം. ബക്കറ്റിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. താഴെ പൈപ്പ് കൊണ്ട് അവിടെ ബക്കറ്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നിറയണനുസരിച്ച് ഓരോ ബക്കറ്റ് വെള്ളം കൊണ്ട് വാഴയ്ക്ക് ഇതുപോലെ വളമിട്ടിട്ട് ഓരോ ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിക്കുന്ന രീതി ഇങ്ങനെയാണ്. വളം നമ്മുടെ ചുറ്റും ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ ഒഴിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് ചൂട്ടിൽ വേരുകൾ വലിച്ചെടുക്കാനുള്ള ഒരു കിട്ടുകയുള്ളൂ. ചെറിയ വാഴക്കുഞ്ഞായതുകൊണ്ട് വേരുകൾ ഒത്തിരി അകലേക്ക് പോവില്ല, എടുത്തായിരിക്കും. അപ്പോൾ നമ്മൾ ചുവട്ടിൽ വളം ഇടുകയും ചെയ്യും, ശരിക്കും നനച്ച് കൊടുക്കുകയും ചെയ്യണം. ഈ പ്രാവശ്യം ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് ഏത്തവാഴ കൂടുതൽ ഒരു 70 വാഴ ഏത്തവാഴ വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ നമുക്ക് കാണാം. കാരണം നമ്മളിതിൻ്റെ അകത്ത് അതിൻ്റെ പുറകെ നമ്മൾ പരിപാലനം ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഴയ്ക്ക് നമുക്കതിൻ്റെ ഒരു ഫലവും കിട്ടുന്നില്ല. എല്ലാം പുഴു കയറി ഒക്കെ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മളത് വളയിടയിലും അതുപോലെ ചുവട്ടിൽ പുഴു കയറുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നാച്ചുറലായിട്ട് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് മരുന്നുകൾ കൊടുക്കാറുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള പുഴുവിനോ മരുന്നൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ബോഡോ മിശ്രിതം കലക്കിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. എല്ലാ കേടുകൾക്കും ഉപയോഗിക്കുന്ന ഒരു മിശ്രിതമാണ്. പിന്നെ കപ്പ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കപ്പ നടുമ്പോൾ നമ്മൾ ചുമ്മാ വെട്ടിക്കൂട്ടിയിട്ട് ആദ്യമേ നടും. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി എല്ലുപൊടി ഇട്ട് ചോട് നനച്ച് കൊടുക്കും. പിന്നെ കുറച്ചുകൂടെ മുളച്ച് കയറി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചാരം ഇട്ട് കൊടുത്തിട്ട് പിന്നെയാണ് നമ്മൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കോഴിവളം ചോട്ടിലിട്ട് കൊടുത്തിട്ട് വെട്ടിക്കൂട്ടിയിട്ട് നനച്ച് നമ്മളതിൻ്റെ കരുത്ത് കിട്ടണമെങ്കിൽ ശരിക്കും വളം ചെല്ലണം. ഇത്രയും ഗ്യാപ്പിലെങ്കിൽ നട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ കൃഷിയിൽ നമുക്കൊരു ഗുണവും കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കായ്ക്ക് വേരോടാനുള്ള ഒരു സ്ഥലം എപ്പോഴും നമ്മൾ ഇച്ചിരി അകത്തി നടുവാണെങ്കിൽ അതനുസരിച്ച് കപ്പയ്ക്ക് കിഴങ്ങിന് വലുപ്പം വയ്ക്കുകയും ചെയ്യും. ഇതാണ് ടാങ്കിൽ നിന്ന് നേരിട്ട് ബക്കറ്റിലേക്ക് ഇങ്ങനെ പൈപ്പ് വെച്ചേക്കുക. വീട്ടിലെ താഴെയാണ് വീട്. അവിടുന്ന് ടാങ്കിൽ നിന്ന് പൈപ്പ് ഇങ്ങനെ വെച്ച് ബക്കറ്റിൽ വെച്ചിട്ട് ഓരോ ബക്കറ്റ് നിറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് കൊണ്ടുപോയി ചുവട്ടിൽ ഒഴിച്ചിട്ട് കൊണ്ടുവരും.